തീരമോ തരംഗമോ രാഗസാഗരമോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കാനായിട്ട് ഞാൻ ഭയങ്കര ലൈറ്റായിട്ടാണ് ഇട്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം നല്ലൊരു ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല അങ്ങനെ മേഘമൊക്കെ പനിക്കെട്ട് പോലെ ഇരിക്കുകയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇത് തലേന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ വഴിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പെട്ടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പേട വാങ്ങിച്ചു കേട്ടോ. വീട്ടിലെല്ലാവർക്കും പേട ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ താല്പര്യമില്ല കേട്ടോ. ഞാൻ തീരെ കഴിച്ചില്ല പേട. എനിക്ക് നമ്മുടെ ബ്ലോഗ് കണ്ടവർക്ക് അറിയാം, എനിക്ക് പാലിൻ്റെ പ്രൊഡക്ട്സ് പാല് ഒന്നും വലിയ താല്പര്യമുള്ള സംഗതികളല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞില്ല, നമ്മൾ തട്ടേക്കാട് പോകുന്നത് കേട്ടോ. നമ്മൾ തറവാടാണ് വാപ്പിച്ചിയുടെ തറവാടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കുറേ ആയി പോയിട്ട്. അപ്പം നമ്മൾ കുറേ ആയിരുന്നു സൺഡേ അങ്ങനെ ഔട്ടിങ് അങ്ങനെ കുറേ പുറത്തിട്ട് പോയിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു തറവാട്ടിലേക്ക് പോകാം, കാരണം കുറേ ആയി അങ്ങനെ പോയിട്ട്. അങ്ങനെയാണ് സംഭവം. തട്ടേക്കാടാണ് പോകുന്നത്. അപ്പം കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. പോകുന്ന വഴിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നും എടുത്ത ക്ലിപ്സൊക്കെ കൂട്ടിക്കുഴച്ചൊരു അവിയൽ പരുവത്തിലായിരിക്കില്ല ഉണ്ടാവും, എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് പോകെ ഇമ്പ്രൂവ് ആക്കാൻ ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അപ്പം പിന്നെ നമ്മളങ്ങനെ ഫുഡൊന്നും പുറത്തുനിന്ന് ഇറങ്ങി അങ്ങനെ അധികമൊന്നും കഴിക്കുന്നില്ല. കാരണം നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഡിന്നറിന് മുന്നേ തന്നെ വീട്ടിലെത്താം ആ ഒരു പ്ലാനിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ സൺഡേ നമ്മൾ പോകുന്നത്, മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിലെത്തണം അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന് പുറത്ത് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ടോ, റോഡൊക്കെ എന്ത് രസമാണ്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഞങ്ങൾ ടൗണിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ജീവികളൊന്നും കാണാനില്ലേ. പശുക്കിടാങ്ങളൊക്കെ എന്ത് ക്യൂട്ടാ, എനിക്കത് കാണാനേ കിട്ടുന്നില്ല നമ്മുടെ അവിടെ. അപ്പോൾ അതാണ് നമ്മുടെ തട്ടേക്കാട് പാലം. അപ്പം പോയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ അത് ആ ഒരു ഇതുണ്ടോ, ക്ഷേത്രമൊക്കെ എന്ത് രസമാണ് കാണാൻ. എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അധികം എനിക്കറിയില്ല, എനിക്കങ്ങനെ അധികം അറിയത്തില്ല എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പോകെ ഇമ്പ്രൂവ് ആക്കാം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം കണ്ടോ, നല്ല നിങ്ങളെ വ്യൂ കണ്ടോ ഗൈസ്, എന്താ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്. നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ആണ്, എന്താവട്ടെ സബ്സ്ക്രൈബ് ചെയ്യണേ, ആരും മറക്കരുതേ. അപ്പം നമുക്കങ്ങനെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ. അപ്പം നമ്മൾ തറവാട്ടിലെത്തി കേട്ടോ. തറവാടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പുൽപ്പാടാണ്, ഒരു പച്ച വിരിച്ച പുതപ്പ് പോലെ കിടക്കുന്ന നല്ല അടിപൊളി പാടാണ്. അവിടെ കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞി തോടുണ്ട് കേട്ടോ. അപ്പം തറവാട്ടിൽ നമുക്കൊരു 1.5 hour അത്രയുടെ ട്രാവലുണ്ട്. അപ്പം ഞാൻ ആ വെള്ളത്തിൽ നല്ല ഒരു ക്ലൗഡി ഡേ ആയിരുന്നു. പിന്നെ അവിടുത്തെ കുറേ പൂക്കൾ, തറവാടിൻ്റെ അവിടെ ഇവിടെ പരിസരങ്ങളിലൊക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് തന്നെ സ്വർഗ്ഗമാണ് കേട്ടോ. സ്വർഗത്തിൽ അവിടെ ആ പാട്ടൊക്കെ പാടി നടക്കാം. ഓക്കെ, അപ്പോൾ കണ്ടു കുറേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ തറവാടിൽ ഉമ്മ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, എന്താ പറയുക, നട്ട് പിടിപ്പിച്ച് വളർത്തുന്നുണ്ട് ഗൈസ്. എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ എന്തോരം പൂക്കളൊക്കെയാണ്. ഇതൊന്നും ഞാൻ വീട്ടിലേക്ക് തയ്യൊന്നും കൊണ്ട് നടാറുന്നില്ല, കാരണം എൻ്റെ വീട്ടിലൊന്നും പിടിക്കത്തില്ലത്. അപ്പം അങ്ങനെ കണ്ടോ, നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഇല്ലേ. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നടക്കുന്നതാണ്. അങ്ങനെ പാടമൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ല കാണാൻ. അപ്പോൾ ഇവിടുത്തെ ഇപ്പം എന്താ കോഴികളൊക്കെ നടക്കുന്നുണ്ട്. അതിന് നടുക്ക് നോക്കിയാൽ ഒരു കുളം പോലെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഇത് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് നിൽക്കാണ്ട്. നമുക്ക് വെക്കേഷനിലൊക്കെ ഇൻഷാ അല്ലാഹ് കുറേ വ്ളോഗൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എടുക്കാം വ്ളോഗ് ഇവിടെ വന്നിട്ട്. അപ്പം ഇതാ കണ്ടു ഇങ്ങനെ ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കുളമല്ല തോട്. പിന്നെ അവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു പുഴ ഉണ്ടായിരുന്നു. ഓക്കെ, പുഴ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പച്ച മലയാളത്തിൽ സ്ഫുടതയൊന്നുമില്ല. ഓക്കെ, അപ്പം കണ്ടോ, ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ബീച്ചിലൊക്കെ ഒരു ചെറിയൊരു മിനി ബീച്ച് നമുക്കൊന്നും പറയാം, അങ്ങനെ പറയാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി.
ഓക്കെ. അപ്പം നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞു നല്ല ക്ലൈമറ്റ് എനിക്ക് വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല. കാരണം ഇതിൻ്റെ തൊട്ട് തലേ ദിവസം സാറ്റർഡേൻ്റെ പൊന്നോ നല്ല മഴ, ഇടിവാള് വെട്ടിയ മഴയില്ലേ അതുപോലെ മഴയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ നല്ല മൈ ഗോഡ് നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ കണ്ടോ എൻ്റെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ കാറ്റുകൊണ്ട് ഷോളും ഹെയറും ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ എൻ്റെ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട അവൾക്ക് വീഡിയോ എടുക്കാറില്ല നിങ്ങൾ വിചാരിച്ചാൽ മതി, പ്രശ്നം തോന്നില്ലേ. ഓക്കെ. അപ്പോൾ കണ്ടോ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റും എൻ്റെ പിന്നെ അടിപൊളി സംഭവം, നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഇങ്ങനെ പോയിട്ട് നമുക്കൊരു നല്ല റിലാക്സിങ് ഉണ്ട് എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഇതുണ്ട്, ഞാൻ അവിടെ ഇരിക്കുകയാണ്. നല്ല അതിൻ്റെ നേരെ ഫ്രണ്ടിൽ കുറേ മലകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ അവളുടെ കുറേ ക്യാമറ സ്കിൽസ് കാണിക്കുകയാണ്. കുറേ സ്ലോ മോഷനിലൊക്കെ എടുത്തിട്ട് ഞാൻ അവളോട് അങ്ങനെ എടുക്കാൻ പറഞ്ഞില്ല, അവൾ തന്നെ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ്. അപ്പം അതൊക്കെയാണ് സംഭവം. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ടെടുത്തു. ഇതുണ്ട് കാണിട്ടത് പല പല സ്ഥലത്തു നിന്നുള്ള പുഴയുടെ വ്യൂ ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ശരിക്കും ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം മണലൊക്കെ പുഴയിലുണ്ടാവും സാറിന്, എനിക്കറിയത്തില്ല കേട്ടോ. അറിയത്തില്ല, ഞാൻ ഇപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ. അല്ല കുറേ പിന്നെ നമ്മൾ കപ്പ് കേക്ക് കഴിച്ചു, ചോക്ലേറ്റ് കപ്പ് കേക്ക് കഴിച്ചു വേണ്ട. അപ്പോൾ അത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈവനിങ് സ്നാക്സ് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ആ പാടത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ ആ പാടത്തിൻ്റെ അവിടെ നിന്ന് തന്നെ എൻ്റെ കൊതി തീർത്തു. അവിടെ നിന്ന് എനിക്ക് നോക്കിക്കുമ്പോൾ തന്നെ എന്ത് റിലാക്സിങ് ആണെന്ന് അറിയാമോ ഗൈസ്. ഓക്കെ. അപ്പം പിന്നെ ഞാൻ ആ പൂവൊക്കെ ഇങ്ങനെ ജസ്റ്റ് നല്ല നല്ല രസമാണ് ഗൈസ്. നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഞാൻ പിന്നെ ഇതിൽ കുറച്ച് എഫക്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ജസ്റ്റ് ഒരു ബ്ലർ പോലത്തെ എഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇതും ഉണ്ടാവും ഇനി. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്, എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല, അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും വരണ ഇതിലൊക്കെ അതൊക്കെ സെറ്റാക്കാം. ഓക്കെ. അപ്പം പിന്നെ ഈ ലോലിപോപ്പ് ഒഴിച്ചു, ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ തിരിച്ച് പോവുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. സമയം ഒരു 5:30 അല്ല കേട്ടോ, ഒരു 6:30 7:00 5:30 കഴിഞ്ഞു, 5:45 ആയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് ഫോറസ്റ്റിൻ്റെ അതിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലേ. പിന്നെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പം, 6:45 ആയപ്പം സഞ്ചുകയില്ലേ സൂപ്പർ മാർക്കറ്റ്, അവിടെ കയറിട്ടോ. ഞാൻ കയറിയില്ല, വീട്ടിൽ ബാക്കിയെല്ലാം കയറി. എനിക്കൊരു ഉറക്കപ്പീച്ചായിരുന്നു, എന്നെ കാണാനും ഭയങ്കര മുടിയൊക്കെ പറന്ന് ഭദ്രകാലപ്പല്ലില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. അപ്പോൾ നമ്മളിവിടെ മന്ത്ലി വരാറുണ്ട്, അങ്ങനെ കയറിയതാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ പാഴ്സലായിട്ട് ഡിന്നർ ഇതെന്തത് ഷവായി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കരുത്. എന്നാലാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളത് ഉണ്ടാവുള്ളൂ. ബൈ ഗൈസ്.